ലെസസ് ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൃത്യമായി ഓരോരുത്തരെയും അനലൈസ് ചെയ്യുക, അവർക്ക് എന്തൊക്കെ കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കുക, ആ കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും മനസ്സിലാക്കി അവർക്ക് കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് മുന്നോട്ട് പ്രവർത്തനം കൊണ്ടുപോകുക. അതാണ് ലെസസ് ഫെയർ എന്ന് വെച്ചാൽ. ഇപ്പം മഹല്ലിന്റെ സംവിധാനമാണെങ്കിൽ ആ മഹല്ല് സംവിധാനത്തിൽ വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു സംഘം ഉണ്ടാവുക, സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കാൻ മറ്റൊരു സ്ത്രീകളിൽ നിന്ന് തന്നെ ഒരു സംഘം ഉണ്ടാവുക, അവർ അത്യാവശ്യം ഖുർആനും ഹദീസൊക്കെ പഠിച്ചവരാവുക, യൂത്തിന് നേതൃത്വം കൊടുക്കാൻ യുവാക്കൾക്കിടയിൽ നിന്നൊരു സംഘമുണ്ടാവുക, പ്രായം ചെന്നവർക്ക് നേതൃത്വം കൊടുക്കാൻ പ്രായം ചെന്നവരിൽ നിന്നൊരു സംഘമുണ്ടാവുക, അതേപോലെ തന്നെ കൊച്ചുകുട്ടികളെ കളിപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് പട്ടം പറത്തൽ പോലെയുള്ള കാര്യം. എന്തിനാ അതൊക്കെ നടത്തുന്നത്? കുട്ടികളെ കൊണ്ടുപോയി കടലോര പ്രദേശത്ത് പട്ടം പറത്തിയാൽ ഒറ്റ ദിവസം നിങ്ങൾ നടത്തിയാൽ മതി, പക്ഷേ 20 വർഷം കഴിഞ്ഞാലും അവർ ആ ദിവസം ഓർക്കും. ചെറിയ മക്കളെ നമ്മൾ കുട്ടിക്കാലത്ത് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും അവരത് ഓർക്കും. അങ്ങനെയുള്ളവരൊക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ ആളുകളെ നിയോഗിച്ച് അതിന് മുകളിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതിന്റെ പേരാണ് സത്യത്തിൽ മുസ്ലിം മഹല്ല് കമ്മിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നടപ്പിലാക്കപ്പോ ഏകദേശം ഒരു 4-5 വർഷം മുമ്പ്, 5-6 കൊറോണക്ക് മുമ്പാണ്, മുമ്പ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇതേപോലെ തങ്ങളുടെ നേതൃത്വത്തിൽ വേങ്ങരയിൽ വെച്ചിട്ടൊരു മഹല്ല് സംഗമം ഉണ്ടാക്കി. ആ സംഗമത്തിൽ 64 മഹല്ലുകളാണ് പങ്കെടുത്തത്. 64 മഹല്ലുകളുടെ സംഗമം, വലിയൊരു സംഗമമായിരുന്നു അത്. അതിലും ഇതേപോലെ മുഖ്യഭാഷണത്തിന് വേണ്ടി ഈ വിനീതനെയാണ് വിളിച്ചത്. മഹല്ലിൽ നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങൾ 64 മഹല്ലുകളും ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി വരികയാണ്. പെരിന്തൽമണ്ണയിൽ ഒരു മഹല്ലിൽ അവിടെ എല്ലാ വർഷവും കുട്ടികൾക്ക് വേണ്ടി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റുകൾ നടക്കും, എക്സാംസ് നടക്കും. അഥവാ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ടെസ്റ്റുകൾ ഒരു മഹല്ലിൽ എല്ലാ പ്രാവശ്യവും നടക്കും, എല്ലാ വർഷത്തിലും. ഇതേപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള കുട്ടികളുണ്ടാവും, അത്യാവശ്യം സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾ, ഡിഗ്രി കഴിഞ്ഞ് നല്ല മാർക്കുള്ള കുട്ടികൾ. ആ കുട്ടികൾക്ക് എല്ലാ വർഷത്തിലും SI ടെസ്റ്റുകൾ നടക്കും. എല്ലാ വർഷത്തിലും SI ടെസ്റ്റുകളുണ്ട്, SI ആകാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ. ഞാനിതിവിടെ പറയാനുള്ള കാരണം, കേരളത്തിൽ പല മഹല്ലുകളും, ഇവിടുത്തെ മഹല്ല് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പല മഹല്ലുകളും ഇത്തരം ചിന്താഗതിയിൽ കുറച്ച് പിന്നിലായിരിക്കാം. മഹല്ലുകളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, വിമർശിക്കാനല്ല. അവിടെ എല്ലാ വർഷത്തിലും ആ മഹല്ലില് എല്ലാ വർഷത്തിലും UPSCയുടെ ടെസ്റ്റ് നടക്കും. എല്ലാ വർഷം UPSCയുടെ ടെസ്റ്റ് നടക്കുമ്പോൾ അവിടുന്ന് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കും. അങ്ങനെ റെയിൽവേയിലേക്ക്, സൈന്യത്തിലേക്ക് ഒക്കെ കുട്ടികൾ അങ്ങനെ കൊണ്ടുപോകും. അഥവാ മഹല്ല് തന്നെയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാമിനേഷൻ നടത്തും. ഇതൊക്കെ എന്തിനാണെന്നറിയോ? നിങ്ങൾ മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറയുന്നൊരു മഹല്ലിൽ വരണം. ആ മഹല്ലിൽ ഏകദേശം എൻ്റെ അറിവിൽ റിസർച്ച് സ്കോളേഴ്സ് തന്നെ, PhD എടുത്തവരെ തന്നെ ഏകദേശം ഒരു 50-ലേറെ ആൾക്കാരുണ്ടാവും ഒരു മഹല്ലിൽ. കോളേജ് ലെക്ചറേഴ്സ് ഏകദേശം ഒരു 30-ൽ കൂടുതലുണ്ടാവും. കാരണം ഇങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് ആ മഹല്ലുകൾ ഇങ്ങനെ പുരോഗതിയിലേക്ക് എത്തിയത്. ആ മഹല്ലിൽ നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഒരു മഹല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാണ്. ഒരു കുട്ടി ഹാഫിളാവുക, ആലിമാവുക, മുഫ്തിയാവുക. ആലിമിനേക്കാളും ആലിമാവുക എന്ന് പറഞ്ഞാൽ ആലിം തന്നെയാണ് വലുത്, പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ ഫത്വ കൊടുക്കാൻ ഇഫ്താ പഠിക്കുന്നതിന്റെ പേരാണ് മുഫ്തി. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ആയി മാറണം നമ്മുടെ മക്കൾ. അങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ ദീനോടുകൂടി തിളങ്ങുന്ന, അതിൽ ഡോക്ടേഴ്സും ഉണ്ടാകണം. ഇപ്പൊ നീറ്റിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞു. നീറ്റ് എക്സാമിനേഷന് ഈ മഹല്ലിൽ നിന്ന് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കണം. അതേതെങ്കിലും പിതാവുകളുടെ മകളെ കൊണ്ടുപോയി ചേർത്താൽ പോരാ. ഇതേപോലെ തന്നെ എന്താകണം, അതിൽ ആദ്യത്തെ സ്ഥാനം നമ്മൾ ഹാഫിളീങ്ങൾക്കും ആലിമീങ്ങൾക്കും കൊടുക്കണം. കാരണം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതാണ്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും, വിശുദ്ധ ഖുർആനും ഹദീസും അത് അള്ളാഹും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യന് അള്ളാഹു കൊടുത്ത ബുദ്ധിയിലൂടെ ചിന്തിച്ചുണ്ടാക്കിയത്. മറ്റെല്ലാ സബ്ജക്റ്റുകളും അതിൻ്റെ താഴെയായിട്ടാണ് വിശ്വാസികളായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച, അതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് വെക്കേണ്ടത്.
അവരെയാണ് ആലിം എന്ന് പറയുക. കുൻ ആലിമ ഔ മുതഅല്ലിമ ഔ മുഹിബ്ബ എന്നിട്ട് പറയുന്നത് ഔ മുസ്തമിഅ ഔ മുഹിബ്ബ. നാലാമത്തത് മുഹിബ്ബ. നിങ്ങൾ ഒന്നുകിൽ പണ്ഡിതനാവുക, അല്ലെങ്കിൽ വിദ്യാർത്ഥിയാവുക, അല്ല എങ്കിൽ നിങ്ങൾ എന്താവുക? അതിനെ കേൾക്കുന്നവരാവുക, കേൾവിക്കാരാവുക. ഔ മുഹിബ്ബ, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവരെങ്കിലും ആവുക. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാ തകുൻ ഖാമിസ, നിങ്ങൾ ഒരിക്കലും അഞ്ചാമനായി പോകരുത് എന്നാണ്. ഒന്നുകിൽ നിങ്ങൾ ഒരു ആലിമാകണം, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാകണം. അതിന് പറ്റുന്നില്ലെങ്കിൽ മുസ്തമിഅ, നിങ്ങളത് കേട്ടുകൊണ്ടേയിരിക്കുന്ന ആളായിരിക്കണം. ഔ മുഹിബ്ബ, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ആളെങ്കിലും ആയിരിക്കണം. അപ്പൊ ഇവിടെ കമ്മിറ്റിക്കാരുണ്ടാകും, അവർ ആലിമീങ്ങളാകണമെന്നില്ല. അതേപോലെ തന്നെ അവർ ചിലപ്പോ എന്താകണമെന്നില്ല, മുതഅല്ലിമു ആകണമെന്നില്ല. ചിലപ്പോ അവര് എപ്പോഴും ഇത് കേൾക്കുന്ന ആളുകളാകണമെന്നില്ല, പക്ഷെ മുഹിബ്ബുകളായിരിക്കും. മഹല്ലിലെ ആളുകൾ എല്ലാവരും ആ കാറ്റഗറിയിലെങ്കിലും വരും. ദീനിനെ സ്നേഹിക്കുന്ന, ഖുർആനെ സ്നേഹിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകൾ. എന്നിട്ട് പറയുന്നത് എന്താ? വലാ തകുൻ ഖാമിസ, നിങ്ങൾ ഒരിക്കലും അഞ്ചാമനായി പോകരുത്. ഈ നാലിലല്ലാത്ത ഒരാളായി നിങ്ങൾ മാറരുത് എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആദ്യത്തെ സ്ഥാനം വിശ്വാസപരമായി അത് ആലിമീങ്ങൾക്ക് തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ഞാൻ എപ്പോഴും ആകാൻ ആഗ്രഹിക്കുന്നത് മുതഅല്ലിമാണ്, രണ്ടാം സ്ഥാനത്താണ്. എനിക്കെന്നും പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടം. എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും, ഓരോ ആളുകളെടുത്തു നിന്നും പഠിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു ആഗ്രഹമാണ്. ആലിമായാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്. പിന്നെ ആലിമീങ്ങളുടെ താഴെയായിരിക്കും വേറുള്ളവരൊക്കെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് മുകളിൽ ആളില്ലാത്തത് കൊണ്ട് അങ്ങനെയാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് നമ്മൾ മുതഅല്ലിമാകാൻ ആഗ്രഹിച്ചത്. ഞാനിപ്പോഴും വിദ്യാർത്ഥിയാണ്. അപ്പൊ നിങ്ങളിപ്പോൾ ഈ വയസ്സായിട്ടും വിദ്യാർത്ഥിയാണോ എന്ന് ചോദിക്കും. എനിക്ക് ഈ വർഷത്തിലും പരീക്ഷയും US-ന്റെ ഒരു എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഓരോ ആളുകളും ഈ മഹല്ലിന്റെ പ്രതിനിധികളാണ്. ഇനി അന്തരീക്ഷമുണ്ടാക്കാൻ, അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള മറ്റുള്ള ജാതിക്കാർക്കും, മറ്റുള്ള മതക്കാർക്കും, മറ്റുള്ള ഇസക്കാർക്കും, അവർക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിലും അവരുടെ ഹൃദയത്തിൽ നമുക്കും ഒരു സ്ഥാനമുണ്ടാകണം. മാനവരാശിയെ മൊത്തത്തിൽ ഒരേപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. നമ്മുടെ വിശ്വാസവും നമ്മുടെ എല്ലാ രീതിയിലുള്ള കർമ്മങ്ങളും ചെയ്തു പോകുന്നതോടൊപ്പം എല്ലാ മനുഷ്യരെയും ആദരിക്കാനും സ്നേഹിക്കാനും നമ്മൾ പഠിക്കണം. അതൊരു സൗഹാർദ്ദത്തിന്റെ പേരിലല്ല, മതസൗഹാർദ്ദത്തിന്റെ പേരിലുമല്ല. മതസൗഹാർദ്ദം ഒക്കെ ഒരു ചെറിയ സാധനമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അതിന്റെ വ്യാപുലം, അല്ലെങ്കിൽ അതിന്റെ ബ്രോഡനിങ്, വിശാലത മനസ്സിലാക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിശാലത ഒരു മനുഷ്യനെ ഇഹ്സാനിലേക്ക് എത്തിക്കുന്നു. ഇസ്ലാമിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇസ്ലാം, പിന്നൊന്ന് ഈമാൻ, പിന്നൊന്ന് ഇഹ്സാൻ. എന്റെ വിഷയത്തിന്റെ ഇൻട്രൊഡക്ഷൻ തീർക്കാം. വിശുദ്ധ ഖുർആൻ മുസ്ലിം എന്ന് പറയുന്നുണ്ട്, മുഅ്മിൻ എന്ന് പറയുന്നുണ്ട്, മുഹ്സിൻ എന്ന് പറയുന്നു. അതിലേറ്റവും വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ളത് മുഹ്സിനാണ്. കാരണം ഒന്ന് ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ഖൽബ് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് 3ഉം നമുക്കുള്ളതാണ്. നമുക്ക് ശരീരമുണ്ട്, നമുക്കുള്ളിൽ ഹൃദയമുണ്ട്, നമുക്കാകട്ടെ അതിനെയും എവിടെയോ രഹസ്യമായി ഇരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഒരു ആത്മീയപരമായ പുരോഗതിയിലേക്ക് കയറുന്നതിന്റെ പേരാണ് ഇഹ്സാൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 5 കാര്യങ്ങളുണ്ട്. നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ഞാനത് ആവർത്തിച്ചു പറയുന്നില്ല. 5 വിശ്വാസ പ്രമാണങ്ങളെയാണ്, കെലിമയിൽ നിന്ന് തുടങ്ങി ഹജ്ജിൽ അവസാനിക്കുന്ന 5 കാര്യങ്ങളെയാണ് ഇസ്ലാം എന്ന് പറയുക. ഷഹാദത്ത് കലിമയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഈമാനുണ്ട്. ഈമാൻ എന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇഹ്സാനുമായി ബന്ധപ്പെട്ടത്. ഇഹ്സാൻ എന്താണ്? അള്ളാഹുവിനെ കാണുന്നത് പോലെ ജീവിക്കലാണ്. അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കലാണെന്ന് പറഞ്ഞാൽ ജീവിക്കലാണ്. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ അവനെ കാണുന്നില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാകുമ്പോൾ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാനേ നമുക്ക് സാധിക്കും.
എല്ലാവരെയും നെഞ്ചിൽ ചേർക്കാനേ നമുക്ക് സാധിക്കും. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. എല്ലാവരും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയാകട്ടെ മണ്ണിൽ നിന്നും ജനിച്ചതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതും അവസാനത്തെ സ്പീച്ചിൽ, ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് പ്രൊഫറ്റ്ഹുഡ്.